എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ ചില്ലി പോർക്ക് ഉണ്ടാക്കാനാണ്. അതിന് പോർക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇറച്ചിക്കൊരു 3/4 ഭാഗം വേവ് വേണം കേട്ടോ. പിന്നെ അതിലേക്ക് എന്തൊക്കെ വേണ്ടത് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, പച്ചരിപ്പൊടിയാണ്, കോൺഫ്ലവർ, മൈദ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ബാക്കിയൊക്കെ 1 ടീസ്പൂണ് നല്ലോണം എടുത്തിട്ടുണ്ട്. പോരങ്ങനെ ഇടാം. പിന്നെ 2 മുട്ട അതിൽ പൊടിച്ചൊഴിക്കണം. പിന്നെ മല്ലിപ്പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിതിൽ ചേർക്കണില്ല. ഇപ്പോൾ ഒരു 2 മുട്ട പൊടിച്ചൊഴിക്കാം. ഇറച്ചി ഒരു 1.25 കിലോനുണ്ട്. ഈ മുട്ടയിൽ നമുക്ക് ഈ പൊടികൾ മുഴുവൻ ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക. അത് കഴിഞ്ഞ് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർക്കുക. അത് ചേർത്ത് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറോ കാമണിക്കൂറോ വയ്ക്കാം. ഞാൻ ഇപ്പോൾ ഒരു കാമണിക്കൂറോ വെച്ചേ. ഇനിയിപ്പോൾ ഇത് വറുക്കാനിടുക. വറുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട പിടിക്കരുത്, ഒന്ന് തൊടാണ്ട് എടുക്കണം. അപ്പോൾ ഒക്കെ മറിച്ചിടുക. ഒരു ഭാഗം വെന്തു, ഇനിയിപ്പോൾ അത് മറിച്ചിടുക. ഇത് മൊരിഞ്ഞു, അപ്പോൾ ഇതിനെ വറുത്ത് കോരി എടുക്കാം. അതുപോലെ ബാക്കിയുള്ളതും അതിലിടുക. അത് വറുത്ത് കോരി കഴിഞ്ഞിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ചേരുവകളൊക്കെ വഴറ്റിയെടുക്കാം. ഇതിൽ തക്കാളി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ക്യാപ്സിക്കം ഇതിപ്പോൾ ആയി കഴിഞ്ഞു. അധികം ഇതിൽ പാടൊന്നും വേണ്ട, നമ്മുടെ ഗ്രേവി ഉണ്ടാക്കുന്ന പോലെ. ഇപ്പോൾ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. ഒത്തിരി കളറും കിട്ടും, ഒത്തിരി ഭംഗിയും കിട്ടും. ഇതിട്ടൊന്ന് അതിന് പച്ചമണം മാറി നമ്മൾ വറുത്ത് വെച്ച പോർക്ക് അതിലിടുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഒഴിക്കുക. ഇത് കുരുമുളക് പൊടി, ഇത് ഞങ്ങൾ മിക്സിയിലടിച്ച് ചേറി കളയായിട്ട് കറക്ക. ഇനി മസാലപ്പൊടി ഇടുക കുറച്ച്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി വറുത്ത് വെച്ചതാണ്, അത് അതിലിടുക. അത് കഴിഞ്ഞ് നമുക്ക് അതിൽ കുറച്ച് മുഴുവൻ മുളക് വെളിച്ചെണ്ണയിൽ വറുത്ത് പൊടിച്ചതാണ്, അത് വേതറി കൊടുക്കാം കുറച്ച്. അപ്പോൾ നല്ലൊരു എരിവും ഉണ്ടാവും കുറേശ്ശെ. പിന്നെ അത് കഴിഞ്ഞ് ഇത്തിരി സോസ് ഒഴിച്ചു കൊടുക്കാം. 2 തരം സോസ്, സോയാ സോസും ടൊമാറ്റോ സോസും. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞങ്ങൾ വീട്ടിൽ വയ്ക്കുന്ന ചില്ലി പോർക്ക് ഇതേപോലെയാണ്. ഇതിന് നല്ല ടേസ്റ്റാണ്, പ്രത്യേക രുചിയുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും. ചിലർ ഇത്തിരി കൂടി ഒരു വെള്ളം നനവൊക്കെ ആയിട്ടെടുക്കും. ഇങ്ങനെയാണ് ടേസ്റ്റ്. ചില്ലി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതേപോലെ ഡ്രൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചോറുണ്ണാനായിട്ട് നമുക്ക് വേറെ കറി, രസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കറി വേണം. അപ്പോൾ നല്ല സൂപ്പറാണ്. അതിൻ്റെ കൂടെ നല്ല മീൻ കറിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.